നമസ്കാരം. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചാണ്. ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം എന്ന് കേൾക്കാത്തവരായി ആരും തന്നെയില്ല. ഏറ്റവും സർവ്വസാധാരണമായ ഒരു അർബുദമായി ബ്രസ്റ്റ് ക്യാൻസർ മാറിയിരിക്കുകയാണ്. 2015 മുതൽ 2020 വരെയുള്ള 5 വർഷ കാലയളവിൽ ഏകദേശം 7.8 ദശലക്ഷത്തോളം സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടെത്തിയതായി പഠനങ്ങൾ പറയുന്നു. ഇതേ കാലയളവിൽ 6,85,000 സ്ത്രീകൾ മരണപ്പെട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നു. എന്താണ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് നോക്കാം. സ്തനകോശങ്ങളുടെ അമിത വളർച്ച മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബ്രസ്റ്റ് ക്യാൻസർ. അസുഖം നേരത്തെ തന്നെ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായും സുഖപ്പെടുത്താൻ കഴിയുന്ന ഒരു രോഗം കൂടിയാണ് ബ്രസ്റ്റ് ക്യാൻസർ. രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വേദന ഉള്ളതോ ഇല്ലാത്തതോ ആയ മുഴകൾ, തൊലിപ്പുറത്തുണ്ടാകുന്ന നിറവ്യത്യാസം, സ്തനത്തിലെ കല്ലിപ്പ് എന്നിവ ഒരു ലക്ഷണമാണ്. ബ്രസ്റ്റിൽ ചുവന്ന നിറമുള്ള തടിപ്പുകൾ, നിപ്പിളിന് ചുറ്റുമുള്ള പെയിൻ, ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്ന നിപ്പിൾ, അതുകൂടാതെ ബ്ലഡ് കലർന്ന സിക്രീഷൻസ് ഇവ ബ്രസ്റ്റ് ക്യാൻസറിന്റെ മറ്റ് ലക്ഷണങ്ങളാണ്. ഇവ കൂടാതെ ബ്രസ്റ്റിന്റെ വലിപ്പത്തിലോ ആകൃതിയിലോ ഉള്ള വ്യത്യാസവും ബ്രസ്റ്റ് ക്യാൻസറിന്റെ മറ്റു ലക്ഷണങ്ങളായി കണക്കാക്കപ്പെടും. ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശരീരത്തിലുണ്ടാകുന്ന ജനിതക വ്യതിയാനങ്ങളാണ് അർബുദത്തിനുള്ള പ്രധാനമായ ഒരു കാരണം. കൂടാതെ സ്ത്രീ ശരീരത്തിലെ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ, ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ, കൊഴുപ്പ് കൂടിയ ആഹാരങ്ങൾ, അമിതവണ്ണം, വ്യായാമക്കുറവ്, അമിതമായുള്ള മാംസാഹാരത്തിന്റെ ഉപയോഗങ്ങൾ, ഹോർമോണുകളുടെ അമിതമായ ഉപയോഗം, നേരത്തെയുള്ള ആർത്തവ ആരംഭം, വൈകിയുള്ള ആർത്തവ വിരാമം എന്നിവ ബ്രസ്റ്റ് ക്യാൻസറിന്റെ കാരണങ്ങളായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കൂടാതെ ചെറിയൊരു ശതമാനം സ്ത്രീകളിൽ പാരമ്പര്യമായി ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിലും സ്തനാർബുദം വളരെ അപൂർവമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രോഗലക്ഷണങ്ങൾ കണ്ടാലുടൻ ഡോക്ടറിനെ സമീപിക്കേണ്ടതും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ടെസ്റ്റുകളും ചികിത്സയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സംശയ നിവാരണങ്ങൾക്കായി കെയർ ആൻഡ് ക്യൂറുമായി ബന്ധപ്പെടൂ. താങ്ക് യു.